ഹായ് ഡിയേഴ്സ്. രണ്ട് ബെല്ലടിച്ചു, ഇപ്പം തുറക്കട്ടെ. ആ ഓക്കെ. ഇവിടെ പുറത്ത് പൈപ്പിൻ്റെ പണി നടക്കുന്നപ്പോൾ കുറച്ച് തമിഴ് മക്കൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നതാണ്. പിന്നെ ഓക്കെ. നമ്മുടെ പത്രത്തിനകത്ത് 1-2 ദിവസമായിട്ടുള്ളൂ വായിച്ചറിഞ്ഞു. ഹൃദയഭേദമായ ഒരു ദാരുണമായൊരു അന്ത്യം. ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ആഹാരം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നു. നാട്ടുകാരറിഞ്ഞില്ലയോ ഈ പെൺകുട്ടി എന്താണ് അനുഭവിക്കുന്നതെന്ന്? വീട്ടുകാരറിഞ്ഞില്ലയോ ഈ പെൺകുട്ടി എന്താണ് അനുഭവിക്കുന്നതെന്ന്? പിന്നെ ഇഷ്ടം പോലുണ്ട്, കൊലപാതകങ്ങളും ആത്മഹത്യയും എല്ലാം ഉണ്ട്. ഇപ്പോൾ പെണ്ണെന്നും ആണെന്നും ഒന്നുമില്ല, എല്ലാവർക്കും സമമാണ് എല്ലാ പ്രശ്നങ്ങളും. പിന്നെ പെൺകുട്ടികൾ കുറച്ചും കൂടെ കായികബലം കുറഞ്ഞതായതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഈ എന്തായാലും ഒരു അച്ഛനും ഒരു അമ്മയും കൂടെ ആയിരിക്കുമല്ലോ, ഒരു ബാപ്പയും ഒരു ഉമ്മയും ആയിരിക്കും, ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും ആയിരിക്കും മക്കളെ വളർത്തുന്നത്. പെൺമക്കളെയായാലും ആൺമക്കളെയായാലും വളർത്തുന്നത്. അപ്പോൾ എന്തായാലും ഒരു അച്ഛൻ്റെ കൂടെയാണ് ഈ മകൾ വളരുന്നത്. അച്ഛൻ്റെ അമ്മയും ഒരു പുരുഷനാണ്. ആ പുരുഷനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പുരുഷന് അറിഞ്ഞൂടെ ഈ പെൺകൊച്ചിങ്ങളെ നമ്മൾ തോളിലേറ്റി നമ്മൾ കേക്ക് മുട്ടായും മേടിച്ചു കൊടുത്ത് സ്കൂളിലും പറഞ്ഞു വിട്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് ചോദിക്കുന്ന സ്വത്തുമൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു വിട്ട് നല്ല ഹൈ പൊസിഷനിലായിരിക്കും. അവർ വലിയ പൊസിഷനിലെത്താനും പൊസിഷനില്ലാത്തവരുമൊക്കെ കാണും. വിദ്യാഭ്യാസം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ കാണും, അല്ലാതെ വിദ്യാഭ്യാസം കുറവുള്ളവർ കാണും. ഏതായാലും ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുന്നത് ഒരു പുരുഷനെന്ന് പറയുന്ന ഒരു ഫാദറാണ് വളർത്തുന്നത്. ആ ഫാദർ ആ മകൾക്ക് ധൈര്യം കൊടുത്ത് വളർത്തണം. ധൈര്യം കൊടുത്തും കൂടെ വളർത്താൻ പഠിക്കണം ഓരോ അച്ഛന്മാരും. എന്താണെന്നറിയാമോ? ഒരു പുരുഷൻ്റെ അടുത്തോട്ടാണ് കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. ആ പുരുഷൻ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതനുസരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ധൈര്യവും കൂടെ കൊടുക്കണം, വിൽ പവർ. കായിക ബലമില്ലാത്തവർക്ക് കളരി പഠിക്കുന്ന പെൺപിള്ളേരുണ്ടായിരുന്നു പണ്ട്. ഇപ്പം കരാട്ടെ പഠിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അതും കൂടെ അഭ്യസിച്ച് വിടണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ നോക്കി നിൽക്കുമ്പോൾ കല്യാണം കഴിച്ച് വിട്ടിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആൺപിള്ളേരെ പ്രേമിച്ചിട്ട് കാമുകൻ കൊന്നു, വിളിച്ചുകൊണ്ട് പോയി വിഷം കലക്കി കൊടുത്ത് കൊന്നു, കഴുത്തിന് പിടിച്ച് ഞെരിച്ചു കൊന്നു. അപ്പോൾ കെട്ടിപ്പൊതിഞ്ഞ് ഇറക്കുന്ന മൃതദേഹം നമ്മളെ മുമ്പിൽ ഈ വളർത്തിയ അച്ഛന്മാർക്ക് കാണാൻ പറ്റും. അവരാണുങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാണ് വളർത്തിയതാണല്ലോ ഈ മകളെ, അതിനുശേഷമാണല്ലോ വേറൊരാണിൻ്റെ കയ്യിലോട്ട് എത്തുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്? അവർക്ക് വിൽ പവർ വളർത്തണം. അവർക്ക് കായിക ബലം കുറവാണ്, പക്ഷേ കായിക അഭ്യാസങ്ങളുണ്ട്. അവരെ ജീവൻ രക്ഷിക്കാനുള്ള ആയോധന കലകൾ അവരെ പഠിപ്പിക്കുക നിർബന്ധമായിട്ടും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. സ്വന്തം ജീവൻ ഒരു വിവാഹം കഴിച്ചെന്നും പറഞ്ഞ് അവർക്ക് ബലിയർപ്പിക്കേണ്ടി വരുന്ന ലജ്ജാവഹമായ കാര്യങ്ങൾ ഒരുപാട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഒരു പുരുഷനെ പ്രണയിച്ചെന്നും പറഞ്ഞ് അനുഭവിക്കേണ്ടി വരുന്നു അവരുടെ ജീവൻ എടുക്കുന്ന പ്രവണതകൾ. അപ്പോൾ ഈ കായിക അഭ്യാസം എന്ന് വെച്ചാൽ കായിക ബലം അവരുടെ ശരീരത്തിനുണ്ടാവുന്ന രീതിയിൽ അവരുടെ ജീവൻ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ആയോധന കലയും കൂടെ പഠിപ്പിച്ച് അവരെ വിടണം. അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചത്തടിച്ചങ്ങ് നിലവിളിക്കും. നെഞ്ചിലേറ്റി വളർത്തിയ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കാണുമ്പോൾ അവരേത് പ്രായത്തിലും ആവട്ടെ, ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം സ്വന്തം മക്കളെ കൊല്ലുന്നതും മരിക്കുന്നതും ഒക്കെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോഴെന്താണ് വേണ്ടത്? കല്യാണം കഴിച്ചൊരു 100 പവനും കൊടുത്തൊരു കാറും കൊടുത്തൊരു ഡോക്ടറാക്കിയോ എൻജിനീയറാക്കിയോ ഒരു ഉദ്യോഗസ്ഥയാക്കിയോ വിടുമ്പോഴും അവർക്ക് മനസ്സിന് ശക്തിയില്ല. ഒരു തൊഴി കൊടുക്കുമ്പം മറിഞ്ഞു വീഴുകയാണ് അവർ. ആ മറിഞ്ഞ് വീഴാതിരിക്കാതിരിക്കാനുള്ള ആയോധന കലകൾ ഇവരെ പഠിപ്പിച്ചു വിടുക. അതാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്. അത് ബുദ്ധിയുള്ള അച്ഛന്മാരൊക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത് നമ്മൾ നേരം വെളുക്കാത്ത കുറേ പേരുണ്ട്.
ബുദ്ധിയുള്ള അച്ഛന്മാരൊക്കെ നല്ല രീതിയിൽ അവരെ പെൺമക്കളെ ധൈര്യത്തോടു കൂടി നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. ഒറ്റ കിക്ക് കൊടുത്താലുണ്ടല്ലോ പിന്നീട് അവൻ്റെ കൈയൊന്നും പൊങ്ങത്തില്ല അനാവശ്യമായിട്ട്. ആവശ്യത്തിന് ആയിക്കോട്ടെ, ആവശ്യത്തിന് ശകാരിക്കരുതെന്നും ഒക്കെ ഏത് പെൺപിള്ളേർ പറയുന്നു? ആവശ്യത്തിന് ശകാരിക്കണം. ഒരു അച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഭർത്താവാണ് അവർക്കെല്ലാം. അങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം. അപ്പോൾ ഈ പിടിച്ച് ഏൽപ്പിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ ചുമതലയും ഒരു മകൻ്റെ ചുമതലയും ഒരു അച്ഛൻ്റെ ചുമതലയും ഒരു ഭർത്താവിൻ്റെ ചുമതലയും എല്ലാം ആ ഒരു ഭർത്താവിനാണ് കൊടുക്കുന്നത്. ആ ഭർത്താവ് തന്നെ ഈ മനുഷ്യനെ ആ ഭാര്യയെ കൊല്ലുന്നെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യണമെങ്കിൽ ഈ പെൺമക്കളെ വളർത്തുന്ന വീട്ടിലെ പുരുഷനെന്ന് പറയുന്ന അച്ഛൻ തന്നെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. 1 കോടി രൂപയൊന്നും കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥ ആക്കി ഒരു ആളിനെ പിടിച്ച് കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ആ ആളിൻ്റെ സ്വഭാവം തുറന്നൊന്നും നോക്കിയെടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും വേണമെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താ വേണ്ടത്? നമ്മളെ ജീവനെങ്കിലും വേണ്ടേ? സ്വത്ത് നഷ്ടപ്പെട്ടാൽ സ്വത്തുണ്ടാകുക ആളുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എല്ലാ അച്ഛന്മാരുടെ അടുത്തും പെൺമകളുള്ള എല്ലാ പിതാക്കന്മാരുടെ അടുത്തും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മകളുടെ ഡെഡ് ബോഡി നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കെട്ടിപ്പോയി ഞങ്ങളെ മുമ്പിൽ കൊണ്ട് വെക്കാതെ നിങ്ങളെ കരയിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള തൻ്റെ ഇടവും ആത്മധൈര്യവും കരാട്ടയും കളരിയൊക്കെ പഠിപ്പിച്ച് വിടുക. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നത്. നല്ലതുപോലെ മനസ്സിൽ കൊള്ളുന്ന വാർത്തകളാണ് ഈ വരുന്നത്. പട്ടിണിക്കിട്ട് കൊല്ലുന്നു. ഇത് ഇവിടെ നടക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല പട്ടിണിക്കിട്ട് കൊല്ലുന്നു. പട്ടിണി കുറേ ദിവസമൊക്കെ പട്ടിണിയിലൊക്കെ കിടക്കുന്ന അമ്മമാരെയൊക്കെ പണ്ടുണ്ട്. പക്ഷേ ഈ അയലത്തുള്ള ആൾക്കാരെല്ലാം ഒഴിവാക്കി, ബന്ധുക്കളെയൊക്കെ ഒഴിവാക്കി, ഒരു പെണ്ണിനെ തടങ്കലിലിട്ട പോലെ ആരുടെടുത്തും മിണ്ടാൻ സമ്മതിക്കാതെ ജീവിപ്പിക്കുന്ന ചില വീട്ടുകാരും ഭർത്താവും ഉണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും നിൽക്കാൻ പാടില്ല. മാനുഷിക പരിഗണന വേണം. അപ്പോൾ എല്ലാ പിതാക്കന്മാരുടെ അടുത്തും ഞാൻ പറയുകയാണ്, നിങ്ങളെ മക്കളെ നിങ്ങൾ ആത്മധൈര്യത്തോടെ വളർത്തണം. നല്ലതുപോലെ നല്ല കരാട്ടയോ കുങ്ഫുവോ കളരിയൊക്കെ പഠിപ്പിച്ച് വിടുക. നാണം കെട്ട വാർത്തകളേ ഉള്ളൂ രാവിലെ കേൾക്കാൻ. പത്രം എടുക്കാൻ പറ്റത്തില്ല, ന്യൂസ് വെക്കാൻ പറ്റത്തില്ല. ഇത് പലവട്ടവും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഇങ്ങനെയുള്ള ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ ഈ ലോകം ഉള്ളിടം വരെയും ഉണ്ടാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, എല്ലാവരും ബി കെയർഫുൾ. എല്ലാ പിതാക്കന്മാരെയും